ഹുസൈനളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാതെ അങ്ങോട്ട് നടന്നാണ് നിങ്ങള്. കാര്യം കൊറ്റിയേ ഓലക്കമ്മല വർത്താനം. ഞാൻ ഈ സുബേർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നോടത്തോളം കൂടെ കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനട് കെട്ടിയാൽ മതി. ഇനി ഓക്കെ ബുദ്ധിയും കൗശലുള്ള ഈ ബോധം അന്ന് നിൽക്കണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഇനി നിങ്ങളൊക്കെ മനസ്സിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഞാൻ പോത്തിനെ കെട്ടി കൊണ്ടുനടക്കേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോട് ഒന്നും ഉണ്ടണ്ട. നടക്കാട്ട് അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കേറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാം. ജിന്റെ മകനോ ഞാൻ എന്റെ പാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ആ ഇത്രമാത്രം ചൂടാൻ ഇവിടെ ബന്ധം ഉണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പായുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നിയ എനിക്ക്. ഇതപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരന്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുര. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. തള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? വയസ്സായ ബാപ്പാനും ഇമ്മാനെയും ഒന്ന് അനുസരിച്ചുകൂടെ എനിക്ക്? വേസായും പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിധിന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്റെ ഉമ്മ ആ പെട്ടി നിറയെ മാറ്റി